എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 19-20 വാക്യങ്ങൾ. മത്തായി 8-19-20 വാക്യങ്ങൾ. അന്ന് ഒരു ശാസ്ത്രി അവൻ്റെ അടുക്കൽ വന്നു, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടം ഇല്ല എന്ന് പറഞ്ഞു. യേശു തൻ്റെ ശിഷ്യന്മാർക്കായി ക്രമീകരിച്ച വ്യവസ്ഥകളെ വിശുദ്ധ മത്തായി രേഖപ്പെടുത്തുന്നു. ഒരു ശാസ്ത്രി അവൻ്റെ അടുക്കൽ വന്നു, അവൻ പോകുന്നിടത്തൊക്കെയും അനുഗമിക്കാം എന്ന് പറഞ്ഞു. അവൻ്റെ വാക്കുകളിൽ തികച്ചും പരമാർത്ഥിയായിട്ടാണ് രംഗപ്രവേശനം ചെയ്യുന്നത്. ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറയുമ്പോൾ അവൻ്റെ കഴിവുകേടും നിഷ്ഫലമായ നിലയും ഗ്രഹിച്ചിട്ടില്ല. കൂടുതലായി ആത്മവിശ്വാസം അവൻ പുലർത്തുകയാണ്. ഇക്കാര്യത്തിൽ പത്രോസ് പോലും പരാജയപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. 3 പ്രാവശ്യം പത്രോസ് തള്ളിപ്പറയുന്നതിനെ കർത്താവ് മുൻകൂട്ടി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പത്രോസിന്റെ വാക്കുകൾ അവന്റെ ഉത്തമ ചിന്താഗതിയിലായിരുന്നു. കർത്താവിനെ കൂടാതെ അവൻ ഏതുമില്ലെന്ന് ഓർത്തില്ല. വളരെ വേഗത്തിൽ കർത്താവിന്റെ വാക്കുകളുടെ സത്യാവസ്ഥ അവന് ബോധ്യമായി. അവൻ തന്റെ കർത്താവും ഗുരുവുമായവനെ തള്ളിപ്പറഞ്ഞു. പുനരുത്ഥാനത്തിന് ശേഷം വളരെ ശാന്തമായ നിലയിൽ കർത്താവ് അവന്റെ തള്ളിപ്പറച്ചിലിനെ അനുസ്മരിപ്പിച്ചു. കാരണം നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 തവണ കർത്താവ് ചോദിക്കുന്നുണ്ട്. അവന്റെ അവിശ്വാസത്തെ തുടർന്ന് ഈ പാഠം കർത്താവ് പത്രോസിനെ പഠിപ്പിക്കുമ്പോൾ തൻ്റെ ആടുകളെ മേയ്ക്കാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം കൊടുക്കുകയും ചെയ്തു. ഇവിടെ ശാസ്ത്രി കർത്താവിനെ അനുഗമിക്കാം എന്ന് വ്യവസ്ഥകളൊന്നുമില്ലാതെയാണ് പറയുന്നത്. എങ്കിലും കർത്താവിൻ്റെ മറുപടി ഒരു മോഹന വാഗ്ദാനം നൽകുന്ന നേതാവിൻ്റെ തരത്തിലായിരുന്നില്ല. സാധാരണഗതിയിൽ ഒരു കൾട്ടിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ആളുകൾ വാഗ്ദാനങ്ങളൊക്കെ നൽകും. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ പാർട്ടികളിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ മോഹന വാഗ്ദാനങ്ങളുണ്ട്. ഇലക്ഷന് മുന്നോടിയായി മോഹന വാഗ്ദാനങ്ങളുണ്ട്. അപ്പൊ തങ്ങളിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ നടത്തുന്ന തന്ത്രങ്ങൾ അനവധിയാണ്. എന്നാൽ കർത്താവിനെ അനുഗമിക്കാം എന്ന് പറഞ്ഞു വരുന്നവരോട് ഒന്നുമില്ല, കുറുനരികൾക്ക് കൂട്, പറവകൾക്ക് ആകാശമുണ്ട്, എന്നാൽ തലചായ്ക്കാൻ ഇടമില്ലാത്ത മനുഷ്യനെ, മനുഷ്യപുത്രനെ എന്ത് കണ്ടുകൊണ്ടാണ് നീ അനുഗമിക്കുന്നത് എന്നതാണ് ചോദ്യം. കർത്താവിനെ നമ്മൾ അനുഗമിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിൻ്റെ പിൻപിലെ ചേതോ വികാരം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അവനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നതല്ലെന്നും നമുക്ക് ബോധ്യമാകേണ്ടതാണ്. എന്നാൽ അവൻ മുഖാന്തരം നാം സകലത്തിലും ശക്തരായിത്തീരുന്നു. കാരണം നമ്മിൽ എല്ലാവരിലും പ്രവർത്തിക്കുന്നത് കർത്താവാണ്. അതിനാൽ അപ്പോസ്തലൻ പറയുന്നു, ഞാനല്ല എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ എന്ന് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ രേഖപ്പെടുത്തുന്നു. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ബലമുള്ളവരായി നിൽക്കണമെങ്കിൽ കർത്താവിനെ അനുഗമിക്കണം. ഒരു പക്ഷേ കർത്താവിനെ അനുഗമിക്കുമ്പോൾ ഈ ലോകപ്രകാരം പല കാര്യങ്ങൾ നഷ്ടപ്പെടാം, ചില അവകാശങ്ങൾ നഷ്ടപ്പെടാം. എന്നാൽ കർത്താവിനെ അനുഗമിക്കുന്ന പക്ഷം നമ്മൾ ബലമുള്ളവരായി, ലോകത്തിൽ പ്രകാശം കൊടുക്കുന്നവരായി തീരും. ഈ ശാസ്ത്രിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആരാണ് ഈ ശാസ്ത്രി?
കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഇക്കൂട്ടർ കർത്താവിനെ പിൻപറ്റുന്നത് സാധാരണയല്ല. എന്നാൽ ഇവിടെ ഒരുവൻ മുൻപോട്ട് വരുന്നു. ഇവന്റെ വാക്കുകൾ അത് നമ്മൾ നോക്കുമ്പോൾ ഇവന്റെ തീരുമാനത്തിൽ കവിയുന്ന ഒരു തീരുമാനം യാതൊരുവനും ഒരു കാലത്തും ചെയ്യാൻ സാധ്യമല്ല. ഞാൻ നിന്നെ നീ എവിടെ പോയാലും അനുഗമിക്കുമെന്നാണ് അവന്റെ ഉറച്ച തീരുമാനം. ഇവനെ അതിന് ആകർഷിച്ചത് എന്താണെന്നൊന്നും അറിയില്ല. നിരവധി ആളുകൾ കർത്താവിന്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിക്കുന്നത് കണ്ടപ്പോൾ ഒരു പക്ഷേ കർത്താവിന്റെ കൂടെയുള്ള ശുശ്രൂഷ പ്രശസ്തിക്കും ധനസമ്പാദനത്തിനും ഒക്കെയുള്ള ഒരു മാർഗമായി തീരുമെന്ന് ചിന്തിച്ചിരിക്കാം. കർത്താവിന്റെ വാക്കുകൾ അവനെ വിഷമിപ്പിച്ചു. കുറുനരികൾക്ക് കുഴികളും പറവകൾക്ക് കൂടും ഉള്ളപ്പോൾ തലചായ്ക്കാൻ സ്ഥലമില്ലാത്തവനും സ്വന്തമായി യാതൊന്നുമില്ലാത്തവനുമായവനെ അനുഗമിക്കാൻ ശാസ്ത്രി ഇഷ്ടപ്പെട്ടില്ല. ഇതിന്റെ മറ്റൊരു വേർഷൻ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. ധനമുള്ള ഒരു ന്യായശാസ്ത്രി യേശുവിനെ അനുഗമിക്കാൻ വരുന്നു. അദ്ദേഹത്തിന്റെ ചോദ്യം, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നാണ്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്ക എന്ന് കർത്താവ് പറയുമ്പോൾ അവൻ ധനമുള്ളവനായതുകൊണ്ട് ദുഃഖിച്ച് തിരിച്ചുപോയി എന്ന് കാണുന്നു. അതുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാൻ ചിലത് വിട്ടുകൊടുക്കേണ്ടതുണ്ട്, ചിലതിനോട് അകലം പാലിക്കേണ്ടതുണ്ട്. ഇതാണ് വ്യവസ്ഥ. എങ്കിൽ ദൈവം നമ്മളെ മാനിക്കും. തൻ്റെ ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കാൻ നമ്മളെ കർത്താവ് ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ദാനമായി നൽകിയതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങയെ അനുഗമിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് ആഹ്വാനം നൽകിയിട്ടുണ്ടല്ലോ. വ്യവസ്ഥകളില്ലാതെ ദൈവത്തെ അനുഗമിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. കർത്താവെ, ഇടറിപ്പോകാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ അളവറ്റ സമാധാനവും കൃപയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.